തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ 2-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ദുഃഖമുളവാക്കിയവൻ എന്നെയല്ല ദുഃഖിപ്പിച്ചത്. ഒരു പരിധിവരെ ഞാൻ മയപ്പെടുത്തി പറയുകയാണ്, നിങ്ങളെല്ലാവരെയുമാണ്. അങ്ങനെയുള്ളവന് ഭൂരിപക്ഷം പേർ നൽകുന്ന ഈ ശിക്ഷ ധാരാളം മതി. അതുകൊണ്ട് അവൻ അഗാധ ദുഃഖത്തിൽ നിബന്ധിക്കാതിരിക്കുന്നതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പ് വരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അനുസരണയുള്ളവരാണോ എന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ എഴുതിയത്. നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട് ദൈവം നൽകിയിരിക്കുന്ന കൊരിന്ത്യസിലെ സഭയിലെ പ്രിയപ്പെട്ട മക്കൾക്ക് എഴുതുമ്പോൾ ആ നാളുകളിൽ ആ വിശ്വാസി സമൂഹത്തിൽ സംഭവിച്ച ഒരു വ്യക്തിയുടെ ഭംഗിയല്ലാത്ത നടപടികൾ, അതിനെതിരെ സഭാസമൂഹം അപ്പോസ്തലൻ്റെ അറിവോടും അനുഭവത്തോടും കൂടി എടുത്തതായ ചില നിലപാടുകൾ, ചില ശിക്ഷണ ക്രമങ്ങൾ, നടപടികൾ, അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ശിക്ഷണ നടപടികളെല്ലാം ഒന്ന് വൈൻഡപ്പ് ചെയ്തുകൊണ്ട് ഉപസംഹരിച്ചുകൊണ്ട് നൽകുന്ന ഒരു നിർദ്ദേശം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. എന്താണ് സംഭവം എന്നുള്ളത് ആ ഒരു വ്യക്തി ചെയ്ത സഭയ്ക്ക് മുഴുവനും അപ്പോസ്തലനും ദുഃഖമുളവാക്കിക്കൊണ്ട് ചെയ്ത പ്രവൃത്തി എന്താണ് എന്നുള്ളത് നമുക്ക് പ്രസക്തമല്ല. മറിച്ച് ആ ഒരു സംഭവത്തെ അപ്പോസ്തലൻ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് നമുക്കിവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്. ആ വ്യക്തിയെ സഭാസമൂഹത്തിൽ നിന്നും വളരെ ഗൗരവമായ താക്കീതോടുകൂടെ മാറ്റി നിർത്തി കുറച്ച് നാളത്തേക്ക് ഒരു ശിക്ഷ കൊടുത്തു. അതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു. ആ വ്യക്തിക്ക് അതേപറ്റി ബോധ്യമുണ്ടായി. ആ വ്യക്തിയെ സഭാസമൂഹത്തിലേക്ക് ഇനി തിരിച്ച് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കാതെ ആ വ്യക്തിയെ വീണ്ടും മാറ്റി നിർത്തിക്കൊണ്ട് ആ ഒരു ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ തുടർന്നാൽ അത് ഒരു അപകടമാണ്. ആ അപകടത്തെക്കുറിച്ച് അപ്പോസ്തലനോട് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ അപകടത്തിന് സാധ്യത അപ്പോസ്തലൻ പറയുന്നത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ നല്ല അറിവുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ ചുമതലയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ജനത്തിൻ്റെ കാര്യത്തിൽ ആ ജാഗ്രത എടുക്കുകയാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം സഭാപിതാവ് വൈദികർക്ക് എഴുതുന്ന ഒരു കത്തുകളുടെ ഒരു പുസ്തകമുണ്ട്, ഓൺ ക്രിസ്ത്യൻ പ്രീസ്റ്റ്ഹുഡ് എന്ന പേരിൽ. ആ പുസ്തകത്തിൽ സഭാപിതാവായ ഈ ജോൺ ക്രിസോസ്റ്റം പറയുകയാണ്, പൈശാചികമായ കെണികളെക്കുറിച്ച് അവരുടെ നടപടികളെക്കുറിച്ച് വൈദികർ പ്രത്യേകിച്ചും അറിവുള്ളവരായിരിക്കണം. അതല്ല എങ്കിൽ പൈശാചക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ തങ്ങളുടെ അജഗളങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് അവർക്ക് സാധിക്കാതെ വരും. സാധാരണ യുദ്ധങ്ങളിൽ യുദ്ധത്തിലേർപ്പെടുന്ന വ്യക്തികൾ ഏതെങ്കിലും ഒരു യുദ്ധതന്ത്രം പഠിച്ച് ആ ഒരു മേഖലയിൽ ജാഗ്രത എടുത്താൽ മതിയാവും. പക്ഷേ വൈദികർ, അജപാലകർ പിശാചിനെതിരെയുള്ള പോരാട്ടത്തിൽ അവൻ്റെ സകല യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. അതല്ല എങ്കിൽ അവരുടെ അജ്ഞതയെ മുതലെടുത്തുകൊണ്ട് തിന്മ അവിടെ വിജയിക്കും എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ക്രിസോസ്റ്റം പിതാവിൻ്റെ ഈ ഒരു മുന്നറിയിപ്പ് മനോഹരമായിട്ട് ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു ശൈലി പൗലോസ് അപ്പോസ്തലനിൽ, അദ്ദേഹം സഭയുടെ
നമുക്കറിയാം അപ്പസ്തോലനാണ് എങ്കിൽ പോലും ആ ചൈതന്യത്തിലൊപ്പിച്ച് നമുക്കിവിടെ നിരീക്ഷിക്കാനായിട്ട് സാധിക്കുകയാണ്. സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരാണ്. അതുകൊണ്ട് അപ്പസ്തോലൻ പറയുകയാണ്, സാത്താൻ്റെ കബളിപ്പിക്കലിൽ ഈ കോരിന്ത സഭയിലെ ഒരു വ്യക്തി പെട്ടുപോകാതിരിക്കാൻ ഒരു ജാഗ്രത എടുക്കണം. എന്താണ് ജാഗ്രത? ആ വ്യക്തി സഭയുടെ ആ ശിക്ഷണം സ്വീകരിച്ച് നടപടിയുടെ ഭാഗത്തുകൾ പോകുമ്പോൾ അഗാധമായ ദുഃഖത്തിൽ നിബദിക്കാൻ ഇട കൊടുക്കരുത്. അഗാധമായ ദുഃഖത്തിൽ ഒരു വ്യക്തി നിബദിക്കാൻ ഇടവന്നാൽ ആ ദുഃഖത്തെ ഒരു പശ്ചാത്തലമാക്കിക്കൊണ്ട്, കെണിയാക്കിക്കൊണ്ട്, പഴുതാക്കിക്കൊണ്ട് സാത്താൻ അവിടെ കയറി പണിയാനായിട്ട് ഇടവരും. അവൻ നിരാശയിലേക്ക് പോകും. എൻ്റെ പക്കൽ സഹായം തേടി വന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ 10-25 വയസ്സുള്ള ഒരു യുവതി, ആ യുവതിക്ക് വേണ്ടിയാണ് അവരെത്തിയത്. ആ യുവതി കേരളത്തിന് പുറത്തുള്ള ഒരു വലിയ സ്ഥാപനത്തിൽ ഒരു ജോലി ചെയ്യുകയാണ്. ജോലി നല്ല സാമർഥ്യമായിട്ട് അവർ ചെയ്യുന്നു. പക്ഷേ ഈ വ്യക്തിയുടെ വീട്ടിൽ സ്നേഹത്തിൻ്റെ അന്തരീക്ഷമില്ലാത്ത, എപ്പോഴും വഴക്കടിക്കുന്ന, ധാരണയില്ലാത്ത, കൂട്ടായ്മയില്ലാത്ത ഒരു നാരകീയ അന്തരീക്ഷം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ അന്തരീക്ഷ നടുവിലാണ് ഈ പെൺകുട്ടി വളർന്നു വന്നത്. ഒത്തിരി സാമ്പത്തിക കരുത്ത് ഇല്ല, ഒത്തിരി സാമ്പത്തികമായിട്ട് ഞെരുക്കത്തെ നടുവിൽ. പക്ഷേ നല്ല സമർത്ഥയായ പെൺകുട്ടി പഠിച്ച് കയറി അവളുടെ സാമർഥ്യം കൊണ്ട് നല്ലൊരു ജോലി സമ്പാദിച്ചു. ജോലിയുമായിട്ട് അന്യനാട്ടിൽ കഴിയുമ്പോൾ അവൾ ഇടസമയങ്ങളിൽ, വിശ്രമ സമയങ്ങളിൽ വീട്ടിലേക്ക് ഫോൺ വഴി കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ മിക്കവാറും അവസരങ്ങളിൽ വീട്ടിൽ നിന്നും അവൾക്ക് കിട്ടുന്നത് നെഗറ്റീവ് അനുഭവമാണ്. കുറ്റപ്പെടുത്തൽ, വഴക്കടിക്കൽ, വീട്ടിലുള്ള അവളുടെ കുടുംബാംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ച് ബഹളം വെച്ച്, അതിനിടയിൽ ഫോണിനോട് സംസാരിക്കുമ്പോൾ ഇവളോട് അതിൻ്റെ അസ്വസ്ഥയെല്ലാം പങ്കുവെച്ചുകൊണ്ട് അവളോട് വഴക്കടിച്ചും ഇവൾ തിരിച്ച് വീട്ടുകാരുടെ വഴക്കടിച്ചും, അങ്ങനെ ഒരു അസ്വസ്ഥതയും വെറുപ്പും നിരാശയും സങ്കടവും കുറേയെല്ലാം നിരാശയും ഈ പെൺകുട്ടിയിൽ ഇങ്ങനെ കയറി. അങ്ങനെ ഇത് നാളുകൾ നീങ്ങി ഒരു പ്രത്യേക അവസരത്തിൽ വല്ലാതെ വീട്ടുകാരുമായിട്ട് വഴക്കടിച്ച് അവൾ തൻ്റെ ജോലി സ്ഥലത്ത് ക്വാർട്ടേഴ്സിലായിരിക്കുമ്പോൾ അവൾ പറയുകയാണ്, അവിടെ കൂട്ടുകാരൊക്കെ ഈ ഇടസമയത്ത് വരുമ്പോൾ ഉല്ലാസമായിട്ട് വീട്ടുകാരുമായിട്ട് വിളിക്കുന്നു, ഫോണിൽ സംസാരിക്കുന്നു, സ്നേഹം പങ്കുവെക്കുന്നു, ഒരുമിച്ച് കൂട്ടിയിട്ട് നടക്കുന്നു. അവൾക്ക് അതിന് സാധിക്കുന്നില്ല. കൂട്ടുകാരങ്ങനെ ഉല്ലാസമായിട്ട് ഫോണിൽ വീട്ടുകാരുടെ ആയിരിക്കുമ്പോൾ ഇവൾ തനിച്ച് അവളുടെ കട്ടിൽ കയറി കിടന്ന് ഇങ്ങനെ വീട്ടുകാരവിടെ വഴക്കടിച്ച് ഫോൺ കട്ട് ചെയ്ത് അരിശപ്പെട്ട് സങ്കടപ്പെട്ട് അങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടുകാരുടെ അരിശത്തിൽ അവൾ ഫോണിൽ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ക്രൂരതയുടെയും ഒക്കെ വീഡിയോകൾ എടുത്ത് കാണാൻ തുടങ്ങി. അവിടെ ഉള്ളിൽ അരിശമാണ്. അരിശം തീർക്കാനായിട്ട് അവളിങ്ങനെ ക്രൂരതയുടെ തലങ്ങളിലേക്ക് പോയി. അങ്ങനെയുള്ള വീഡിയോ കാണുമ്പം അതിൻ്റെ ഫലമായിട്ട് അവൾക്കൊരു പൈസയ്ക്ക് തൃപ്തി കിട്ടാനായിട്ട് തുടങ്ങി. ആ തൃപ്തിയിൽ അവൾ വീണ്ടും കൂടുതൽ ക്രൂരമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അത് പടിപടിയായിട്ട് അവളെ പൈശാചികമായ സാത്താനികമായ സൈറ്റുകളിലേക്ക് എത്തിച്ചു. പൈശാചികമായ ക്രൂരതയോടെയുള്ള കുറേ സൈറ്റുകൾ, വീഡിയോകൾ, പ്രോഗ്രാംസ്, ഫിലിമുകൾ, അശ്ലീലവും ക്രൂരതയും ഒരുമിച്ച് ചേർന്ന സൈറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കയറി വീട്ടുകാരുള്ള അരിശവും വെറുപ്പല്ല അവൾ ഇവിടെ അങ്ങ് തീർക്കാൻ തുടങ്ങി. അത് മുന്നോട്ട് വന്ന ഒരു സ്റ്റേജ് വന്നപ്പോഴേക്കും ഈ കൊച്ചു സഹോദരി പറയുകയാണ്, അരിശപ്പെട്ട് നിരാശപ്പെട്ട് അവളൊരു അവസരത്തിൽ പൈശാചിക അരൂപിയെ നേരെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ആർക്കും വേണ്ട, എൻ്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട. കുറച്ച് കാര്യങ്ങൾ അങ്ങനെയങ്ങ് പറഞ്ഞിട്ട് അവൾ പറഞ്ഞു, നിനക്ക് എന്നെ വേണമെങ്കിൽ എടുത്തോ എന്ന മട്ടിൽ അങ്ങ് സംസാരിക്കുകയാണ്. ആ നിമിഷം അവളിലേക്ക് തിന്മയുടെ ഒരു അരൂപി കയറുകയാണ്. പൈശാചികമായൊരു അവസ്ഥയിലേക്ക് ഇവൾ പോയി. അതോടുകൂടി അവൾക്ക് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. വളരെ വയലൻ്റായിട്ട് ഇടപെടുന്നു, കൂട്ടുകാരുടെ വഴക്കടിക്കുന്നു, ജോലി സ്ഥലത്ത് വളരെ ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ അവൾ പെരുമാറുന്നു, എടുത്തെറിച്ച് നിലത്ത് വീഴുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ജോലിയിൽ നിന്ന് പെട്ടെന്ന് അവർ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥർ അവരെ മാറ്റി ആശുപത്രിയിൽ അഡ്മിറ്റാക്കി, പരിശോധന നടത്തി, MRI എടുത്തു, സകല ചെക്കിങ്ങും നടത്തി, മറ്റൊരു രോഗം കാണുന്നില്ല. അപ്പോൾ അവിടെയുള്ള മറ്റു മതസ്ഥരായ ചില ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ പറഞ്ഞു, അവർക്ക് തിരിഞ്ഞു, ഇത് രോഗത്തിൻ്റെ അവസ്ഥയല്ല, ഈ കൊച്ചിൽ എന്തോ ഒരു തിന്മയുടെ സാന്നിധ്യം കയറിയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ വീട്ടിൽ കോണ്ടാക്റ്റ് ചെയ്ത് വീട്ടിലുള്ളവർ അവളെ വന്ന് കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെയാണ് അവൾ സഹായം തേടി എത്താനായിട്ട് ഇടവന്നത്.
ആ വീടിൻ്റെ ഈ സ്നേഹരഹിത അന്തരീക്ഷം, വഴക്കടിക്കുന്ന അന്തരീക്ഷം, അതേക്കുറിച്ച് ആ വീട്ടുകാർക്ക് ബോധ്യം കൊടുത്ത്, ഇവൾക്കും അതേപ്പറ്റി ബോധ്യം കൊടുത്ത് ഹൃദയപൂർവ്വം എല്ലാവരും ക്ഷമിക്കാനുള്ള വ്യക്തതയും സന്നദ്ധതയും അവളിൽ ഉളവായി. അവളങ്ങനെ ക്ഷമിക്കാൻ തയ്യാറായി. ഈ പാപങ്ങളെല്ലാം ഒരു കുമ്പസാരത്തിൽ തുറന്ന് ഏറ്റുപറഞ്ഞ് ആശീർവാദം മേടിച്ചു. അതോടുകൂടെ വളരെ പ്രകടമായ അടയാളങ്ങളോടുകൂടെ അവളിലുള്ള തിന്മയുടെ അരുവി വിട്ടുപോയി. അവൾ സ്വതന്ത്രയായി വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇടവരികയും ചെയ്തു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സഭയ്ക്ക് ചുമതലയ്ക്ക് സഭയിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ആ വ്യക്തികളുടെ കാര്യത്തിൽ പുലർത്തുന്ന ഈ ഒരു ജാഗ്രത നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പുലർത്തേണ്ടതായിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ എഫേസസിലെ സഭയ്ക്ക് എഴുതുമ്പോഴും സമാനമായൊരു ഉപദേശം കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. എഫേസസ് സഭയ്ക്കുള്ള ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 26, 27 തിരുവചനങ്ങളിൽ, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകാതിരിക്കട്ടെ, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. പൈശാചികമായ അരുവികളുടെ പ്രവർത്തനങ്ങൾ, സാത്താനെക്കുറിച്ചുള്ള പരാമർശനങ്ങൾ, ഇവയൊക്കെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അതിൻ്റെ പുറകിലുള്ളൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. പിശാച് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് വെറുതെ ഒരു പഴങ്കഥയായിട്ടോ അല്ലെങ്കിൽ ഒരു ആശയം മാത്രമായിട്ടോ ഒരു പഴയ കാലത്തെ സങ്കല്പം മാത്രമായിട്ടോ അങ്ങനെയല്ല വിശുദ്ധ ഗ്രന്ഥം അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ പോളാറാമൻ പാപ്പ വത്തിക്കാൻ കൗൺസിലൊക്കെ പൂർത്തീകരിച്ച് സഭയെ ആധുനിക കാലഘട്ടത്തിൽ കൈപിടിച്ച് നടത്തിയ വ്യക്തി, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം തൻ്റെ ശുശ്രൂഷയിൽ ആരംഭിച്ചു 1963 മാർപ്പാപ്പയായിട്ട് ചുമതലയേറ്റു. അതിനു മുമ്പ് 1962 ഒക്ടോബർ 11 2-ാം വത്തിക്കാൻ കൗൺസിൽ 23 യോഹന്നാൻ പാപ്പ ആരംഭിച്ചു. അദ്ദേഹം പിറ്റേ വർഷം കാലം ചെയ്തു. തുടർന്ന് പോളാറാം പാപ്പ ചുമതലയേറ്റു. ഒന്നാമത് അദ്ദേഹം ശ്രദ്ധിച്ചത് ഈ ഒരു സിനഡ് വത്തിക്കാൻ കൗൺസിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. അത് തുടർന്ന് സിനഡ് വിളിച്ചു കൂട്ടി. അത് മനോഹരമായിട്ട് 1965 പൂർത്തിയാക്കി. അങ്ങനെ പൂർത്തിയാക്കി സഭയെ മനോഹരമായ ആധുനിക കാലഘട്ടത്തേക്ക് അദ്ദേഹം നയിച്ചു. ആരും കൈപിടിച്ച് നയിക്കുകയാണ്. അങ്ങനെ നയിച്ച് 1965 പൂർത്തിയാക്കിയ സിനഡ് പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ സിനഡിൻ്റെ പ്രബോധനങ്ങളും നവീകരിക്കപ്പെട്ടതായ കാഴ്ചപ്പാടുകളും എല്ലാം വെച്ചുകൊണ്ട് സഭയിൽ വളരെ പ്രകാശമാനമായ ഐശ്വര്യ അഭിവൃദ്ധി നിറഞ്ഞൊരു അന്തരീക്ഷം സംജാതമാകുമെന്ന് കരുതി നീങ്ങി. പക്ഷേ 1972 ആയപ്പോഴേക്കും അദ്ദേഹത്തിന് ചില ബോധ്യങ്ങൾ നന്നായിട്ട് വന്നു. അദ്ദേഹം 1972 പത്രോസിൻ്റെ തിരുനാൾ ദിവസം ജൂൺ 29 സെൻറ്റ് പീറ്റേഴ്സിൻ്റെ ബസിലിക്കയിൽ ആഘോഷമായ ബലിയർപ്പണവും സന്ദേശത്തിന് ശേഷം അദ്ദേഹം ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ നൊമ്പരത്തോടെ നിശബ്ദനായി അഭിഷേകം നിറഞ്ഞ് നിന്നിട്ട് അദ്ദേഹം ഒരു കാര്യം തെളിച്ചു പറഞ്ഞു. സാത്താൻ്റെ പുക ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് ഏതോ വിള്ളലിലൂടെ കടന്നു കയറിയിരിക്കുന്നു. സഭ മുഴുവനിലും ഈ ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ അത് നെറ്റിച്ചൊളിച്ചു, മനസ്സിലാക്കാൻ പറ്റാതെ വിഷമിച്ചു, ചിലരൊക്കെ എതിർത്തു, വിമർശനങ്ങൾ ഉയർന്നു. പക്ഷേ പാപ്പ പിന്നീട് ഒരു 5 മാസം ഇതേപ്പറ്റി ആഴമായിട്ടിരുന്ന് പഠിച്ചു, പ്രാർത്ഥിച്ചു. അതിന് ഫലമായിട്ട് അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഒരു പ്രബോധനവുമായിട്ട് അദ്ദേഹം അതേ വർഷം 1972 നവംബർ 15 പ്രത്യക്ഷപ്പെടുകയാണ്. ഡെലിവർ അസ് ഫ്രം ഈവിൾ എന്നൊരു പ്രബോധനം. അതിൻ്റെ ആരംഭം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ആ ഒരു പ്രബോധനത്തിൻ്റെ ആരംഭവാക്യം തന്നെ, ഇന്നത്തെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹം മറുപടി പറയുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ മറുപടി കേട്ടിട്ട് ഇത് അന്ധവിശ്വാസപരമാണെന്നോ ആ യാഥാർത്ഥ്യമാണെന്നോ ഇല്ലായ്മയാണെന്നോ മിഥ്യാസങ്കല്പമാണെന്നോ ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട, കരുതണ്ട. മറിച്ച് ഇന്നത്തെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സാത്താനെന്ന് പരാമർശിക്കപ്പെടുന്ന തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടം നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഈ തിന്മയ്ക്കെതിരെ പൊരുതേണ്ടത് എങ്ങനെയെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേജുകൾ നമ്മൾ പഠിക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ഒരു തിന്മയുടെ സാന്നിധ്യ ഇടപെടലും ലോകത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. ഈശോ ശുശ്രൂഷ നിർവഹിച്ച അവസരത്തിൽ അവ ശക്തമായിട്ട് ഈശോ അതിനെതിരെ പൊരുതുന്നുണ്ട്.
പ്രബോധനം നൽകുന്നുണ്ട്, അപ്പസ്തലന്മാരെ അധികാരപ്പെടുത്തുന്നുണ്ട്, സഭയെ നിയോഗിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നതായ എല്ലാ ആധുനിക സൗകര്യങ്ങളും മുതലാക്കിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൈശാചികമായ കെണികൾ വളരെ ശക്തമായിട്ട് നമ്മുടെ മധ്യേ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ ജോലിക്കും മറ്റുമായി ദൂരദേശങ്ങളിലായിരിക്കുമ്പോൾ അവരായിരിക്കുന്ന സാഹചര്യങ്ങൾ ദൈവികമായ സ്നേഹവും സന്തോഷവും സമാധാനം അനുഭവിച്ചുകൊണ്ട് നീങ്ങുന്നു എന്ന് വീടുകളിലുള്ള നമ്മൾ പോലും ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. എളുപ്പമല്ലായിരിക്കാം. നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മോടൊപ്പമുള്ള വ്യക്തികൾ നിയന്ത്രിതമായ അല്ലെങ്കിൽ അഗാധമായ ദുഃഖത്തിൽ, അസമാധാനത്തിൽ, നിരാശയിൽ, കോപത്തിൽ, വെറുപ്പിൽ, അസ്വസ്ഥതയിൽ അങ്ങനെ പെട്ട് നാളുകൾ കഴിഞ്ഞു പോകാൻ അല്ലെങ്കിൽ ആവർത്തിച്ച അങ്ങനത്തെ അവസരം പെട്ടുപോകാനായിട്ട് ഇട വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന തിന്മയുടെ ഇവിടെയൊക്കെ പിന്നെ പ്രവർത്തിക്കുന്ന തിന്മയുടെ അരുവികളുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 34-35 തിരുവചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഈശോയുടെ പുതിയ കൽപ്പന, അതേക്കുറിച്ച് പലപ്പോഴും നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഈ കൽപ്പന നമ്മൾ ഒരു അനുഭവമാക്കി മാറ്റുന്നുണ്ടോ? പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. മറ്റുള്ളവർ അറിയുക എന്നുള്ളതല്ല ഈശോ ഉദ്ദേശിക്കുന്നത്. സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്ന സമൂഹങ്ങൾ, പ്രത്യേകിച്ച് കുടുംബങ്ങൾ, അവിടെ ഈശോയുടെ സാന്നിധ്യമുണ്ട്. സ്നേഹത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതെ വരുന്നിടത്ത് തിന്മയുടെ സാന്നിധ്യം വന്ന് കയറുന്നു. നിരാശയുടെയും വെറുപ്പിൻ്റെയും അകൽച്ചയുടെയും ഒക്കെ അരൂപി നമ്മുടെ കുടുംബങ്ങളിൽ എന്തുമാത്രം ഭരിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. കുറ്റപ്പെടുത്തലിൻ്റെ സ്വരങ്ങൾ, കയർക്കലിൻ്റെ സ്വരങ്ങൾ, കോപിക്കലിൻ്റെ അനുഭവങ്ങൾ, വാശി പിടിക്കലിൻ്റെ അവസ്ഥകൾ, മിണ്ടാതിരിക്കുന്നതിൻ്റെ അനുഭവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള തലത്തിൽ അനുഭവത്തിലൂടെ ഒരു വീട് കടന്നു പോകുമ്പോൾ, കുടുംബാംഗങ്ങൾ നീങ്ങുമ്പോൾ അവിടെ പൈശാചികമായ സ്വാധീനങ്ങൾക്ക് അനുകൂലമായൊരു അന്തരീക്ഷമാണ് സംജാതമാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൊരു പൊളാറാം പാപ്പ പറയുന്ന പോലെ ഇന്നത്തെ നമ്മുടെ സഭയുടെ ഏറ്റവും ഒന്നാമത്തെ ആവശ്യം തിന്മ ഞൊഴുന്ന് കയറാതിരിക്കാനായിട്ട് ജാഗ്രത എടുക്കുക എന്നുള്ളതാണ്. അത് ഒരു സാങ്കല്പികമായ കാര്യമായിട്ടല്ല. പിതാവ് പറയുന്നുണ്ട്, തിന്മയെന്ന് പറയുന്നത് വഴി തെറ്റിക്കുന്ന ജീവനുള്ള ആത്മീയ വ്യക്തിയാണ്. തിന്മയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നിടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ അത് ഒരു തിന്മയുടെ ശക്തി അങ്ങനെയുണ്ട്, ഒരാശയം അങ്ങനെയുണ്ട്, തിന്മയുടെ ഒരു അവസ്ഥ അങ്ങനെയുണ്ട്. അതിനപ്പുറം ഇതിനെ വ്യക്തിയായിട്ട് കാണാനായിട്ട് പലപ്പോഴും ഇട വരുന്നില്ല. അതേസമയം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞതായ അനുഭവത്തിൽ മുൻ അവസരത്തിലും ഈ വേദിയിൽ പങ്കുവച്ച അനുഭവങ്ങളിൽ ഇന്ന് മീഡിയയിലൂടെയും മറ്റും തിന്മയുടെ അരൂപികൾ നമ്മുടെ യുവജനങ്ങളുടെയും കൗമാരപ്രായക്കാരുടെയും ജീവിതങ്ങളിലേക്ക് വളരെ അടുത്ത് ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ സത്യത്തിൽ പെടാതെ പോകുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തിന്മയുടെ അരൂപികളെ കൗതുകത്തിന് വേണ്ടി നേരെ പേര് പറഞ്ഞ് വിളിച്ച് അവയെ സ്വന്തം ശരീരത്തിലേക്ക് കയറാൻ അനുവദിച്ചുകൊണ്ട് പോലും അത് വന്ന് കയറുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നിരീക്ഷിച്ച് അതിന് കൗതുകമെടുത്ത് ആ ആവേശത്തിൽ കൂട്ടുകാരതിനകത്ത് കൂട്ടിക്കൊണ്ട് വന്ന് അങ്ങനെ പെരുമാറുന്ന യുവജനങ്ങളും കൗമാരപ്രായക്കാരും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഹോസ്റ്റലുകളിൽ, നമ്മുടെ വീടുകളിൽ പോലും ഉണ്ട് എന്നുള്ളത് ഒരു ഞടുക്കുന്ന യാഥാർത്ഥ്യമാണ്. അതേക്കുറിച്ച് നമ്മൾ തിരിച്ചറിയാനായിട്ട് തയ്യാറാവണം. നമ്മൾ കരുതുന്നതിലപ്പുറമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. കുഞ്ഞുങ്ങൾ നമ്മോടുള്ള ബന്ധത്തിൽ വീടുകളായിരിക്കുമ്പോൾ അവർ ഉളവാകുന്ന നിസ്സാരമായ വ്യതിയാനങ്ങൾ പോലും, വ്യത്യാസങ്ങൾ പോലും, സ്നേഹം നിറഞ്ഞ ഇടപെടൽ, സന്തോഷത്തോടെയുള്ള ഭാവം, പ്രാർത്ഥനയിൽ ഉള്ളിച്ചേർക്കാനുള്ള സന്മനസ്, സന്നദ്ധത, ഇവയിലൊക്കെ വരുന്ന മടുപ്പ്, അകൽച്ച, ഇതിനെ നമ്മൾ ഗൗരവത്തോടെ നോട്ട് ചെയ്യണം. തിന്മയുടെ സ്വാധീനത്തിലേക്ക് കൗതുകത്തിൻ്റെ പേരിലോ അജ്ഞതയുടെ പേരിലോ കൂട്ടുകാരുടെ സ്വാധീനം വഴിയോ നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുമ്പോൾ
അങ്ങനത്തെ പല അനുഭവങ്ങൾ ഈ നാളുകളിൽ ഞാനായിരിക്കും ധ്യാന കേന്ദ്രത്തിൽ സഹായം തേടി വരുന്ന കുഞ്ഞുങ്ങളുടെയും കുടുംബങ്ങളുടെയും അനുഭവത്തിൽ ആവർത്തിച്ച് കാണുന്ന കൊണ്ടാണ് ആ ഒരു വിഷയത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയാനായിട്ട് ഇട വരുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങൾ പോയി കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് അവരെ തിരിച്ചൊരു ബോധ്യം കൊടുത്ത് കയറ്റിയെടുക്കുവാൻ ഏതാണ്ട് അസാധ്യമാണെന്ന് തോന്നുമാറ് അവരുടെ ഉള്ള ഈ ഒരു കാര്യങ്ങളിൽ, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ആകർഷിതമായി മുഴുകി കുതിർന്ന് നീങ്ങുന്നതായിട്ട് വേദനയോടെ കാണാനായിട്ട് ഇട വരുന്നുണ്ട്. അതിൻ്റെ ആരംഭശക്തി നമ്മൾ തിരിച്ചറിയണം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതുമ്പോൾ കൊടുക്കുന്ന ജാഗ്രത, അഗാധമായ ദുഃഖത്തിൽ ആ വ്യക്തി അധപ്പതിക്കാതിരിക്കാൻ എല്ലാവരും അവനോട് ക്ഷമിക്കണം, സ്നേഹം കാണിക്കണം. നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പ് കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഭവനങ്ങളിൽ വളർന്നു വരുമ്പോൾ മാതാപിതാക്കന്മാരുടെ സ്നേഹം അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. കുഞ്ഞുനാളിൽ വളർന്നു വരുമ്പോഴും അവർ ആ സ്നേഹം സ്വീകരിക്കുന്നവരായിട്ട് നീങ്ങുന്നുവെന്ന് നമുക്ക് ഉറപ്പാകണം. നമ്മുടെ സ്നേഹം സ്വീകരിക്കാൻ പറ്റാതെ മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് മുഖം തരുന്നില്ല, നോട്ടം തരുന്നില്ല, ഉള്ളു തുറന്ന് സംസാരിക്കുന്നില്ല, ഒറ്റയ്ക്കായിരിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നു, അതുപോലെ തന്നെ മീഡിയ, മൊബൈൽ ഫോണിൽ കൂടെ സമയം ചെലവഴിച്ചുകൊണ്ടായിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കാണുമ്പോൾ അത് ഒരു അപകടത്തിൻ്റെ സാധ്യത സ്നേഹത്തോടും ജാഗ്രതയോടും കൂടെ തിരിച്ചറിയാനായിട്ട് മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും എല്ലാം സാധിക്കേണ്ടതായിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിൽ പൂർവ്വപിതാവായ ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 സഹതടവുകാർ, പാനപാത്രവാഹനും പാചകപ്രമാണി ഫറവോയുടെ, അവരുമായിട്ട് നല്ല സ്നേഹവും നല്ല ബന്ധവുമായിട്ട് തടവറയിലാണെങ്കിൽ പോലും ജോസഫ് നീങ്ങുന്നു. ഒരു ദിവസം നേരം വെളുത്ത് ഈ 2 പേർ എണീറ്റ് വരുമ്പോൾ അവിടെ മുഖത്ത് ഒരു വിഷാദം ജോസഫ് കാണുന്ന രംഗമുണ്ട്. ആ വിഷാദം കാരണം തലരാത്രിയൊക്കെ സ്വപ്നമുണ്ടായി, 2 സ്വപ്നങ്ങൾ കണ്ടു. അതിനർത്ഥം എന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതേക്കുറിച്ചുള്ള ആകൃതിയും അസ്വസ്ഥയുമായിട്ട് ഒരു മുഖം വാടിയിരിക്കുമ്പോൾ ഈ ജോസഫ് അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത് നിങ്ങളുടെ മുഖത്ത് ഒരു വിഷാദം? അപ്പം അവരുടെ മുഖത്തുണ്ടായ വിഷാദം ഉള്ളിൻ്റെ അസ്വസ്ഥത പ്രകടിപ്പിക്കലാണ്, ബാഹ്യമായ ഭാവമാണ്. അത് തിരിച്ചറിയാനായിട്ട് ജോസഫിന് സാധിച്ചു. കാരണം ജോസഫ് പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിരന്തരം നീങ്ങുന്ന വ്യക്തിയായിരുന്നു. നമ്മുടെ കൂടെയുള്ള വ്യക്തികളുടെ ഉള്ളു വാടുന്നത്, മുഖത്തിൻ്റെ ഇരുളിമ പരക്കുന്നത് തിരിച്ചറിയാൻ കടപ്പെട്ടവരാണ് നമ്മൾ. ജോസഫ് പരിശുദ്ധാത്മ അഭിഷേകത്തിനായിരുന്നു കൊണ്ട് സാധിച്ചു. നമ്മളും ദൈവത്തോട് ചേർന്ന് പരിശുദ്ധാത്മ അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും സ്നേഹവും ആനന്ദവും അനുഭവിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന വ്യക്തികളുടെ മുഖത്ത് കാണുന്ന വാട്ടവും കോട്ടവും ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ കായേൻ്റെ മുഖം പാടുന്ന രംഗം നമുക്ക് സുപരിചിതമാണ്. ബലിയർപ്പിച്ചു കായേനും ആബേലും. കായേൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല, ആബേലിൻ്റെ ബലി സ്വീകരിച്ചു. ആബേലിൻ്റെ ബലി സ്വീകരിച്ചു തൻ്റെ തിരസ്കൃതമായി എന്ന് കണ്ടപ്പോൾ കായേൻ്റെ മുഖം വാടി എന്ന് നമ്മൾ വായിക്കുകയാണ്. ഉൽപ്പത്തി 4, 6, 7, 8 വാക്യങ്ങളിൽ മുഖം വാടി, അവൻ കോപിച്ചു, അവൻ്റെ മുഖം കറുത്തു. അതുകൊണ്ട് ദൈവം സ്വർഗത്തിലും ചോദിക്കുകയാണ്, കായേൻ എന്താ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്, എന്താ നീ കോപിച്ചിരിക്കുന്നത്? ഉചിതമായി പ്രവർത്തിച്ചേ, പാപം വാതിൽക്കൽ പതിയിരിക്കുന്നുണ്ട്, അത് നിനക്ക് താല്പര്യം വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശ്രദ്ധ അന്ന് കായേൻ്റെ മുഖം വാടിയപ്പോഴേ ദൈവം ശ്രദ്ധിച്ചു. ആ ഒരു ശ്രദ്ധ ദൈവം ഇത് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മാതാപിതാക്കൾ, ഗുരുബോധർ, അജപാലകരായ നമ്മളൊക്കെ നമ്മുടെ ചുമതലയ്ക്ക് ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തികളുടെ മുഖം വാടുമ്പോൾ കോടുമ്പോൾ അത് തിരിച്ചറിയണം. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ചുമതലയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്ന ആ കൊരിന്ത്യർ സഭയിലെ ഓരോ വ്യക്തിയെക്കുറിച്ചും എടുക്കുന്ന ജാഗ്രത എത്ര മനോഹരമാണ്. അവനോട് നിങ്ങൾ ക്ഷമിക്കണം, അവനെ ചേർത്ത് പിടിക്കണം, നിങ്ങൾ ക്ഷമിച്ചുവെന്ന് അവൻ ഉറപ്പാക്കണം, നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവന് വ്യക്തത കൊടുക്കണം. അങ്ങനെ അവൻ ആ ദുഃഖത്തിൽ നിന്ന് കടന്ന് കയറി വരട്ടെ. അതല്ല എങ്കിൽ സാത്താൻ്റെ തന്ത്രങ്ങൾ നമുക്കറിയാമല്ലോ. ആ സാത്താൻ ഈ ദുഃഖത്തിൽ പണിതിട്ട് അവന് നിരാശയിലേക്കും അകൽച്ചയിലേക്കും വെറുപ്പിലേക്കും കൊണ്ടുപോകാനായിട്ട് ഇടവരും. ജാഗ്രതയെടുക്കണം. പൗലോസ് അപ്പോസ്തലൻ്റെ ഈ ഒരു വചന ഉപദേശം നമ്മുടെ ജീവിതത്തിൻ്റെ നിരവധിയായ ഉത്തരവാദിത്ത മേഖലയിൽ പ്രാവർത്തികമാക്കാൻ അനുഭവമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ഉള്ളങ്ങളെ ചേർക്കാം. കർത്താവായ ഈശോയെ,
അങ്ങയുടെ പ്രിയപ്പെട്ട അപ്പസ്തലനായ പൗലോസ് വഴി ഞങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയ ഈ ദൈവരായ രഹസ്യത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പലപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല ഞങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ വലിയ ദുഃഖത്തിൽ പെടുന്നത്, അല്ലെങ്കിൽ കോപത്തിൽ പെരുമാറുന്നത്, അല്ലെങ്കിൽ അസ്വസ്ഥപ്പെട്ട് കിടക്കുന്നത്, മുഖം വാടി നടക്കുന്നത്. അങ്ങനെയൊക്കെ പെരുമാറ്റം കാണുമ്പോൾ ഞങ്ങൾ പലപ്പോഴും അവരെ അവഗണിക്കുന്നു, നിസ്സംഗത പുലർത്തുന്നു. പക്ഷേ ഞങ്ങളിലൂടെ ആയിരിക്കും ആ ഒരു അവസ്ഥയിലേക്ക് അവർ പോകാൻ ഇട വന്നിട്ടുള്ളതും. പൗലോസ് എടുക്കുന്ന ജാഗ്രത കർത്താവായ ഈശോയെ ഞങ്ങൾക്കൊരു വെളിച്ചമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ അവസ്ഥകളെ, അനുഭവങ്ങളെയും പൂർവ്വപിതാവായ ജോസഫ് കൂടെയുള്ള സഹതലപ്പുകാരുടെ മുഖം വാടിയപ്പോഴും തിരിച്ചറിഞ്ഞതുപോലെ, കായേൻ്റെ മുഖം വാടിയപ്പം പിതാവായ ദൈവസ്വർഗത്തിൽ ഇടപെട്ടതുപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ഇടപെട്ട് കൂടെയുള്ള എല്ലാവരെയും സകലവിധ തിന്മയുടെ കണികളിൽ നിന്നും ഞൊഴുന്ന കാര്യത്തിൽ നിന്ന് സംരക്ഷിച്ച് ചേർത്ത് പിടിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവായ ഈശോയെ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ എളിയ ദാസന് കരിഞ്ഞു നൽകിയ ശുശ്രൂഷാ പൗരത്വത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും പാലാരൂപതയുടെ വാഗമൺ മണ്ഡലം ധ്യാനകേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ കരം ഒരു ദാസൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിന് കാതോർത്ത് വിശ്വാസപൂർവ്വം അത് സ്വീകരിച്ച് അങ്ങയുടെ ആശീർവാദത്തിലൂടെ കൃപയുടെ സ്പർശനം സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ കൃപാവരം സമൃദ്ധമായിട്ട് വർഷിക്കപ്പെടട്ടെ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.